Hello, good afternoon students. നമുക്ക് പോളിമറൈസേഷൻ യൂണിറ്റിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള കൺഫർമേഷൻസൊക്കെയാണ് നമ്മൾ ആദ്യം കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് പോളിമറൈസേഷൻ ഡിഫറെൻറ്റ് പ്രോസസ്സുകളും അതിൻ്റെ മെക്കാനിസവും ഒക്കെ വരുന്ന പാർട്ടാണ്. അപ്പം ഞാൻ ഇത് നമുക്ക് നോട്ട്സ് വായിച്ചു പോകാനുള്ള സിമ്പിളായിട്ടുള്ള ടെക്നിക്സുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് ക്ലാസ്സായിട്ട് എടുക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാനപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് ഇത്രയും ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്ലാസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ബാക്കി നിങ്ങൾക്ക് വായിക്കാനുള്ള നോട്ട്സ് അതിനകത്തുള്ളൂ. കാരണം പോളിമറൈസേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതുമാണ്. പോളിമറൈസേഷൻ്റെ മെക്കാനിസം ഒക്കെ നമ്മൾ ജസ്റ്റ് പഠിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ 2 ടൈപ്പ് ആണ് മെയിനായിട്ടുള്ള പോളിമറൈസേഷൻ മെത്തേഡ്. പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ലാർജ് മോളിക്കുലാർ വെയിറ്റ് വരുന്ന സിമ്പിൾ മോണോമേഴ്സിൽ നിന്നും പിന്നെ വെരി ലാർജ് മോളിക്യൂൾ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഒന്ന് അഡിഷൻ മെത്തേഡ് വഴി പോളിമേഴ്സ് ഫോം ചെയ്യുന്ന അഡിഷൻ പോളിമറൈസേഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ പോളിമറൈസേഷനാണ്. അപ്പോൾ നമുക്ക് പേര് ബൈ നെയിം ഇറ്റ് സെൽഫ് തന്നെ നമുക്ക് അതിൻ്റെ മെക്കാനിസം കുറച്ച് മനസ്സിലാവും. അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ അഡിഷൻ നടത്തി, അതായത് ബൈ ആഡിങ് സിമ്പിൾ ആഡിങ് അപ്പ് ഓഫ് മോളിക്യൂൾസ് n ടൈംസ് പോളിയെത്തിലീൻ പോളിപ്രോപ്പിലീൻ എന്നൊക്കെ പറയുമ്പോൾ മോണോമർ യൂണിറ്റ്സ് ബൈ സിംപ്ലി അഡിഷൻ. അത് ജസ്റ്റ് അതിൻ്റെ ഒരു കണ്ടീഷൻ, മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനകത്തൊരു അൺസാച്ചുറേഷൻ, ഡബിൾ ബോണ്ട് വേണം എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ഒരു മിനിമം കണ്ടീഷനായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആഡ് ഓൺ ചെയ്ത് പോകും. നമുക്ക് ആ ഒരു മോണോമർ ആക്ടിവേറ്റ് ചെയ്ത് അത് ആഡ് ഓൺ ചെയ്ത് പോയി അഡിഷൻ വഴി ഒരു ലെങ്തി ആയിട്ടുള്ളൊരു മോളിക്യൂള് ഫോം ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസമാണ് അഡിഷൻ പോളിമറൈസേഷനിൽ പറയുന്നത്. അഡിഷൻ പോളിമറൈസേഷന് നമ്മൾ ചെയിനും അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ പോളിമറൈസേഷൻ എന്നൊക്കെയുള്ള നെയിമിലും അത് പറയാറുണ്ട്. അതുപോലെ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ടൻസേഷൻ റിയാക്ഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അതിനകത്തൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകണം. ബൈ ഫങ്ഷണൽ ആയിരിക്കുമ്പോൾ അവിടെ ഒരു കണ്ടൻസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ കണ്ടൻസ് ചെയ്ത് അത് ബൈ ഫങ്ഷണൽ ആകുമ്പോൾ 2 എൻഡിലും കണ്ടൻസേഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതിൻ്റെ പാർട്ടായിട്ട് ലെങ്തി ആയിട്ടുള്ള മോളിക്യൂൾ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അതിനെ നമ്മൾ സ്റ്റെപ്പ് പോളിമറൈസേഷൻ എന്നോ സ്റ്റെപ്പ് ഗ്രോത്ത് എന്നോ അല്ലെങ്കിൽ സ്റ്റെപ്പ് റിയാക്ഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ പോളി കണ്ടൻസേഷൻ എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്നതെല്ലാം ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി പോളിമറൈസേഷൻ നടക്കുന്ന പ്രോസസ്സുകളെയാണ്. സോ അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം, മോണോമറാണ് യൂണിറ്റ്സാണ് കമ്പൈൻ ചെയ്ത് പോളിമറായിട്ട് ഫോം ചെയ്യുന്നത്. സോ മോണോമറിന് അറ്റ്ലീസ്റ്റ് ഒരു ബൈ ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ട്, ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് പോളിമറൈസേഷൻ നടക്കണമെങ്കിൽ ആവശ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് അവിടെ 2ാമത്തെ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അൺസാച്ചുറേറ്റഡ് മോണോമേഴ്സ് സാധാരണ ഫോളോ ചെയ്യുന്നത് അഡിഷൻ പോളിമറൈസേഷനാണ്. അതുപോലെ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന മോളിക്യൂൾസ് സാധാരണ പോളി കണ്ടൻസേഷൻ ആയിരിക്കും അവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ. സോ പോളിയെത്തിലീൻ പോളിപ്രോപ്പിലീൻ ഒക്കെ അഡീഷൻ പോളിമേഴ്സാണ്. അവിടെ അഡീഷൻ പോളിമറൈസേഷനാണ് മെക്കാനിസം. അതുപോലെ നമുക്ക് കണ്ടൻസേഷൻ പോളിമേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നൈലോൺ, ടെർലൈൻ ഇതെല്ലാം കണ്ടൻസേഷൻ പോളിമേഴ്സാണ്. അവിടെ കണ്ടൻസേഷൻ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത് ഇൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. അപ്പോൾ ഇത് 2 ടൈപ്പ്, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്കിതിൻ്റെ ഇത് 2 കാറ്റഗറി ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഷെയർ ചെയ്ത് ഇതിങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിക്കുന്നതിന് വേണ്ടി ഞാൻ പേജ് ബ്രേക്ക് ചെയ്തിട്ട്
ആണ് ഫോട്ടോ ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. കാരണം ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് അഡീഷൻ പോളിമേഴ്സ്, മോണോമേഴ്സ് ആർ അൺസാച്ചുറേറ്റഡ്. ഹിയർ പോളി കണ്ടൻസേഷനിലാണെങ്കിൽ മോണോമേഴ്സ് കണ്ടെയ്ൻ 2 or more functional groups. Then in case of additional polymerization, nothing is eliminated as a result of this type of polymerization. And പോളികണ്ടൻസേഷനിലാണെങ്കിൽ നമുക്കറിയാം ചെറിയ മോളിക്യൂൾസ് വാട്ടർ പോലെയുള്ള അല്ലെങ്കിൽ HCl മെത്തനോളോ പോലെയൊക്കെയുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസൊക്കെ എലിമിനേഷൻ ആകാറുണ്ട്. അതുപോലെ ഇൻ കേസ് ഓഫ് അഡീഷൻ പോളിമറൈസേഷൻ എന്താണ് മോണോമേഴ്സ് only monomers and polymers are present during the course of the polymerization. മോണോമേഴ്സും ഉണ്ടാവും, പിന്നെ പോളിമർ ഫോം ചെയ്യുന്നതും ഉണ്ടാവും. ഇടയ്ക്കുള്ള പ്രോഡക്ട്സ് അങ്ങനെ ഒരു കാറ്റഗറി ഏതിലുണ്ടാവില്ല, അഡീഷനിലുണ്ടാവത്തില്ല. അതുപോലെ വളരെ സഡനായിട്ട് വളരെ ഹൈ മോളിക്കുലാർ വെയ്റ്റിൽ ഈ ഫോം ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് അഡീഷൻ മെക്കാനിസത്തിലുള്ളത്. പോളി കണ്ടൻസേഷനിലാണെങ്കിൽ ഇതെല്ലാം നേരെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. കുറച്ച് ഡൈമേഴ്സും ട്രൈമേഴ്സും അതുപോലെ ലോ മോളിക്കുലാർ വെയ്റ്റ്, ഓൾ പോസിബിൾ മോളിക്കുലാർ വെയ്റ്റ് സ്പീഷീസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണാനുള്ള സാധ്യത ഉള്ളതാണ്. അതുപോലെ എല്ലാ സ്പീഷീസും അതിനകത്ത് റിയാക്റ്റീവുമായിരിക്കും. ഗ്രോയിങ് ചെയിനിൽ നമുക്ക് മോണോമേഴ്സ് ആഡ് ഓൺ ചെയ്തുകൊണ്ടാണ് അഡീഷൻ മെക്കാനിസം നടക്കുന്നതെങ്കിൽ മറ്റേ കണ്ടൻസേഷനിൽ അങ്ങനെയല്ല നടക്കുന്നത്. അവിടെ ആക്റ്റീവ് സ്പീഷീസുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും അവിടെ കണ്ടൻസേഷൻ നടന്ന് പിന്നെ ചെയിൻ ഗ്രോത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിനകത്ത് ഹൈ മോളിക്കുലാർ വെയ്റ്റ് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇനിഷ്യേറ്റർ എന്ന് പറയുന്നത് നമുക്ക് അഡീഷൻ പോളിമറൈസേഷനിലാണെങ്കിൽ ഒരു ഇനിഷ്യേറ്റർ ഉണ്ടാവണം. ദാറ്റ് ഇനിഷ്യേറ്റർ ജനറേറ്റ്സ് ആക്റ്റീവ് സ്പീഷീസസ്. അപ്പോൾ അങ്ങനെ ആ ആക്റ്റീവ് സ്പീഷീസാണ് മോണോമറിനെ അറ്റാക്ക് ചെയ്യുന്നത്. ദാറ്റ് ആക്റ്റീവ് സ്പീഷീസ് നമ്മൾ അതിൻ്റെ മെക്കാനിസത്തിലേക്ക് പോയിട്ടില്ല. ദാറ്റ് ആക്റ്റീവ് സ്പീഷീസ് മേ ബി എയ്തർ ഫ്രീ റാഡിക്കൽ ഓർ എ കാറ്റയോൺ ഓർ എൻ ആനയോൺ, അങ്ങനെ ഏത് വേണമെങ്കിലും ഏതാകാം. നമുക്ക് ഈ ആക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് അങ്ങനെ ആകാം. ദാറ്റ് സ്പീഷീസ് അറ്റാക്ക് ദ മോണോമർ ആൻഡ് ഫോംസ് എ ഫ്രീ റാഡിക്കൽ. ഓർ കാറ്റയോൺ ആണെങ്കിൽ അത് പിന്നെ നമ്മുടെ മോണോമറിനെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാറ്റയോണിക് എന്താണ് മോണോമർ ഇനിഷ്യേറ്റർ ഉണ്ടാകുന്നത് കാറ്റയോണിക് ആയിരിക്കും. അതുപോലെ ആനയോണിക് ആയിരിക്കും ആനയോൺ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ അഡീഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഫോളോസ് ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇനിഷ്യേഷൻ, ദെൻ ചെയിൻ ഗ്രോത്ത്, ദെൻ ഫൈനലി ടെർമിനേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ ആ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും അഡീഷൻ പോളിമറൈസേഷൻ നടക്കുക. അതുപോലെ ഇതിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് പോളിമറൈസേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. കാരണം ബൾക്ക്, സൊല്യൂഷൻ, സസ്പെൻഷൻ, ഇമൾഷൻ പോളിമറൈസേഷൻ ടെക്നിക്സൊക്കെ നമുക്ക് അഡീഷൻ പോളിമറൈസേഷൻ നടക്കുന്ന ടൈപ്പിൽ ഈ തരം ടെക്നിക്സൊക്കെയാണ് നമ്മൾ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ പോളി കണ്ടൻസേഷൻ ആണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് മെൽറ്റ് സൊല്യൂഷൻ ആസ് വെൽ ആസ് അറ്റ് ഇൻ്റർഫേഷ്യൽ ബൗണ്ടറി ബിറ്റ്വീൻ ടു ലിക്വിഡ്സ് in which the respective monomers are dissolved. Slow stepwise addition process. Molecular weight is less than 1 lakh ആയിരിക്കും. Highly dependent on monomer stoichiometry. Little amount of tri or multi functional monomers develops extensive cross linking. അങ്ങനെ കുറേ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് കൊടുത്തേക്കുന്നത്. സോ യു ക്യാൻ ഗോ ത്രൂ ദിസ്. ദെൻ പോളി കണ്ടൻസേഷൻ പോളിമേഴ്സിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പോളി എസ്റ്റേഴ്സ്, പോളി അമൈഡ്സ്, പോളി കാർബണേറ്റ്സ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ് പോളി കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ബട്ട് നമ്മുടെ അഡീഷൻ പോളിമറൈസേഷൻ ആണെങ്കിൽ
ഹൈലി എക്സോതെർമിക് ആണ് പോളിമറൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ പോയിൻറ്റ്സും വായിച്ചിട്ടില്ല, നിങ്ങൾക്ക് അതിന് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കുറേ ഡിഫറൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള അഡിഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ പ്രോസസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഫ്രീ റാഡിക്കൽ കാറ്റയോണിക് ആനയോണിക് എന്ന് നമ്മൾ ജസ്റ്റ് നേരത്തെ മെൻഷൻ ചെയ്തിരുന്ന അഡിഷൻ പോളിമറൈസേഷൻ്റെ മെക്കാനിസത്തിൽ പറയുന്ന സ്റ്റെപ്സാണിത്. അതിൽ നെയിംലി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ ആണ്. ദെൻ ദ ഇനിഷ്യേഷൻ സ്റ്റെപ്പ് കംപ്രൈസസ് ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ ആക്റ്റീവ് സ്പീഷീസ് ജനറേറ്റഡ് ഫ്രം ആൻ ഇനിഷ്യേറ്റർ. അപ്പോൾ ആ ഇനിഷ്യേറ്റർ നമുക്ക് പിന്നെ നമ്മുടെ ഫസ്റ്റ് മോണോമറിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ആക്റ്റീവ് സ്പീഷീസ് ജനറേറ്റഡ് ഫ്രം, ആ മോണോമറിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സ്പീഷീസിനെയാണ് നമ്മൾ ആക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജനറേറ്റഡ് എയ്തർ ഫ്രം എ ഫ്രീ റാഡിക്കൽ, എ കാറ്റയോൺ ഓർ എൻ ആനയോൺ, ഓർ സംടൈംസ് ഫ്രം എ കോർഡിനേഷൻ കോംപ്ലക്സ്. നമുക്ക് സിലബസിൽ കോർഡിനേഷൻ കോംപ്ലക്സ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ മറ്റ് 3 സ്പീഷീസുകളും അല്ലെങ്കിൽ മറ്റ് 3 മെക്കാനിസംസാണ് നമുക്ക് റെഫർ ചെയ്തേക്കുന്നത്. ആൻഡ് ദീസ് സ്പീഷീസസ് ഓൺ റിയാക്ഷൻ വിത്ത് എ മോണോമർ ഫോം ന്യൂ ഫ്രീ റാഡിക്കൽസ്, then a carbocation, a carbanion or a coordination complex. അപ്പോൾ ഇത് മോണോമറിനെ അറ്റാക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു റിയാക്റ്റിംഗ് സ്പീഷീസ്, ആക്റ്റീവ് സ്പീഷീസ് വന്ന മോണോമറിനെ അറ്റാക്ക് ചെയ്ത് ഇതിലേതെങ്കിലും ഒന്ന് ഫോം ചെയ്യും. ദെൻ അത് അടുത്ത നെക്സ്റ്റ് മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ദാറ്റ് ചെയിൻ പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദീസ് സ്പീഷീസസ്. ദെൻ ഫൈനലി ചെയിൻ ടെർമിനേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് മെക്കാനിസം നമുക്ക് നോക്കണം. അപ്പോൾ ചെയിൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വൺസ് ദ ഇനിഷ്യേഷൻ ഒക്കേഴ്സ് ദ പോളിമർ ചെയിൻ ഫോംസ് വെരി ക്വിക്ക്ലി at the time scale of 10⁻⁻1 to -6 seconds. Catalyst or either the activator species, that catalyst concentration needed is very low, and that means during the course of polymerization only monomers and polymers are present. അപ്പോൾ നമ്മൾ ഇനിഷ്യലി നമ്മൾ ആക്ടിവേറ്റർ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇനിഷ്യേറ്റർ എന്ന നിലയിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് അതർവൈസ് കാറ്റലിസ്റ്റ് നമ്മൾ പറയുന്നതിൻ്റെ അളവ് വളരെ ചെറിയ അളവ് മതിയാവും. സോ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ റിയാക്ഷൻ വി ക്യാൻ ഫൈൻഡ് ഓൺലി ദ മോണോമർ ആൻഡ് പോളിമർ ഇൻ ഇറ്റ് സെൽഫ്. സോ ദ പ്രോസസ് ഈസ് എക്സോതെർമിക്, അത് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ഹൈ പോളിമേഴ്സ് വിത്ത് മോളിക്കുലാർ വെയ്റ്റ് ഓഫ് 10,000 to 10 million ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. അത്രയും വലിയ പോളിമറൈസേഷൻ പ്രോസസ്സ് വഴി അത്രയും ലെങ്തി ആയിട്ടുള്ള മോളിക്യൂൾസ് വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദ ഇനിഷ്യേറ്റേഴ്സ് ഫോർ ചെയിൻ പോളിമറൈസേഷൻ മേ ബി ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഇനിഷ്യേഷൻ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ആ 3 സ്പീഷീസുകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രീ റാഡിക്കൽ ഇനിഷ്യേറ്റേഴ്സ് ആണെങ്കിൽ ദാറ്റ് മേ ബി പെറോക്സൈഡ്സ്, ആസോ കോമ്പൗണ്ട്സ്, ദെൻ റിഡോക്സ് സിസ്റ്റംസ്, ലൈറ്റ് ഓർ അയണൈസിങ് റേഡിയേഷൻ, ഈവൻ അതും ഫ്രീ റാഡിക്കൽ ഇനിഷ്യേറ്ററാണ്. സോ ദാറ്റ് വിൽ അറ്റാക്ക് ഓൺ ദ മോണോമർ ആൻഡ് ഫോംസ് ഫ്രീ റാഡിക്കൽസ്. Then cationic initiators are proton or Lewis acids, carbocations, oxonium ions, etc. And anionic initiators are Lewis bases, organic alkalis. Then coordination initiators നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സുകളാണ്, അതധികം മെൻഷൻ ചെയ്യുന്നില്ല. So these are the initiators that we commonly use in polymerization mechanism. ദാറ്റ് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അഡീഷൻ പോളിമറൈസേഷനും പോളി കണ്ടൻസേഷൻ്റെയും ഒരു കമ്പാരിസനാണ്. ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ വി ക്യാൻ സി വെരി ഹൈ ഫോർ അഡീഷൻ പോളിമറൈസേഷൻ. ഈവൻ അറ്റ് ദ 0 time there is a degree of polymerization is there, but in case of poly condensation degree of polymerization is slowly rising as the time goes. അപ്പോൾ സമയത്തിനനുസരിച്ച് അഡീഷനും കണ്ടൻസേഷനും പോളിമറൈസേഷൻ്റെ ആ ഒരു മെക്കാനിസത്തിലുള്ള ഡിഫറൻസാണ് നമുക്ക് ഈസി ആയിട്ട് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ആ മെക്കാനിസമാണ് ജസ്റ്റ് പറഞ്ഞു പോയേക്കുന്നത്.
in the free radical polymerization, the initiator generates free radicals as the active species through its homolytic decomposition. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം നമുക്കറിയാം. ഫ്രീ റാഡിക്കൽസ് എങ്ങനെയാണ് ഹോമോളിറ്റിക് ഡീകമ്പോസിഷനിൽ ഫോം ചെയ്യുന്നത്. സെവറൽ എക്സാമ്പിൾസ് വെർ ഓൾസോ ഗിവൺ. The different mechanisms through which the initiator species are initially produced are given, and the decomposition of the peroxide type initiators in aqueous systems is generally accelerated in the presence of a reducing agent. So അവിടെ ഒരു reducing agent കൂടെ ഉണ്ടാവും. This allows high rates of free radicals formation at a low temperature. ഇമൽഷൻ പോളിമറൈസേഷനിൽ ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാറ്റോണിക് പോളിമറൈസേഷൻ ഇൻവോൾവ്സ് ഇനിഷ്യേറ്റേഴ്സ് വിച്ച് പ്രൊഡ്യൂസ് എ കാറ്റോണിക് സ്പീഷീസ് ദാറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദ മോണോമർ. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സിമിലർലി ഫോർ ലൂയിസ് ആസിഡ്സ് എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവായിട്ട് അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് that need a proton containing Lewis base such as water, that is called a co-catalyst. So in the presence of a Lewis base, Lewis acids will act as good initiator. So Lewis base coordinates with the electrophilic Lewis acid, and the proton is the actual initiator. ആണ് അവിടുത്തെ മെക്കാനിസം. So anionic polymerization uses initiators which produce anionic species. അവിടെ ഓർഗാനോ ആൽക്കലി കോമ്പൗണ്ട്സ്, ബ്യൂട്ടൈൽ ലിഥിയം, അങ്ങനെ കുറച്ച് കോമ്പൗണ്ട്സൊക്കെയാണ് അവിടെ എന്താണ് ആനയോണിക് ഇനിഷ്യേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കുറച്ച് പോളിമേഴ്സിൻ്റെ പേരുകളാണ് കൊടുത്തേക്കുന്നത്. ബൈഫങ്ഷണാലിറ്റി വരുന്ന കണ്ടൻസേഷൻ പോളിമേഴ്സും അതുപോലെ കുറച്ച് അഡീഷൻ പോളിമേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. സം എക്സാമ്പിൾസ്. സോ ഗോയിങ് ത്രൂ ദിസ്, you can again see some condensation polymers. ഇതിനകത്ത് നമുക്ക് അഡീഷൻ പോളിമേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് കണ്ടൻസേഷൻ പോളിമേഴ്സ്, ഫങ്ഷണാലിറ്റി വരുന്ന പോളിമേഴ്സ് ഈ പേജിലാണുള്ളത്. Here is the formation of free radicals from initiators. ബെൻസോയിൽ പെറോക്സൈഡ് ഹോമോളിറ്റിക് ഫിഷൻ വഴി രണ്ട് ഫ്രീ റാഡിക്കലായിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ്. ബെൻസിൽ റാഡിക്കൽസ്, 2C6H5 റാഡിക്കൽസ്, ദെൻ പെർസൾഫേറ്റ് ഹോമോളിറ്റിക് ഫിഷൻ വഴി സൾഫേറ്റ് റാഡിക്കൽ ഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ ആസോബിസ് ഐസോബ്യൂട്ടറോ നൈട്രൈൽ AIBN. സോ സം എക്സാമ്പിൾസ് ആർ ഗിവൺ. നിങ്ങൾക്ക് അതിനകത്ത് 1-2 എക്സാമ്പിൾ നോക്കിയേക്കുക. സിമിലർലി അവിടെ ഫ്രീ റാഡിക്കൽസ് മെക്കാനിസമാണ്. നേരത്തെ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തിരിക്കുകയാണ് ഹോമോളിറ്റിക് ഫിഷൻ വഴി. then it starts the reaction, then that initiation reaction, the free radical reacts with the monomer forming free radicals, then the chain form by propagation methods.
Then there is a chance of chain transfer. Chain transfer എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Then finally there is a termination process by combination methods or disproportionation. സിമ്പിൾ സ്റ്റെപ്സ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. സോ സിമിലർലി നമുക്ക് കാറ്റോണിക് പോളിമറൈസേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇനിഷ്യേറ്റർ ഫോം ചെയ്തിരിക്കുന്നത്. കാറ്റയോൺ അവിടെ കാറ്റോണിക് സ്പീഷീസ് മോണോമറുമായിട്ട് ഐസോബ്യൂട്ടീനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു കാറ്റോണിക് സ്പീഷീസ് ഉണ്ടാവും. ദാറ്റ് കാറ്റോണിക് സ്പീഷീസ് റിയാക്ട് വിത്ത് n times the monomer isobutene. Then the propagation steps going on. Then finally termination reaction by either of the methods or either by anion attachment or by proton abstraction. These are the simple steps of cationic polymerization. Here is some salient features of cationic polymerization. The required activation energy is very small in case of cationic polymerization, and the polymerization may occur at a low temperature, and the similarly charged macrocations and also carbocations would repel. Thus the final termination process cannot take place by combination. So the mechanism depends on the nature of the solvent, electrophilicity of the monomer, and the nucleophilicity of the counterion generated, and such factors will affect the cationic polymerization. And the order of the olefin monomers follows: isobutene greater than propene greater than ethene. Then similarly some specifications are given for anionic polymerization. Monomers with electron withdrawing groups are readily polymerized. Termination is to be deliberately achieved as it does not take place by itself. സ്വന്തമായിട്ട് അത് അവിടെ ടെർമിനേഷൻ സ്റ്റെപ്പ് നടക്കാൻ സാധ്യത കുറവാണ്. സോ വി ഹാവ് ടു ടെർമിനേറ്റ്. സോ ടെർമിനേഷൻ ഈസി ആയിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വേറൊരു പേരിൽ വിളിക്കുന്നു. എന്താണ് അത്? ലിവിങ് പോളിമറൈസേഷൻ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സിന്തസൈസിങ് tailor made block copolymers. Then soluble anionic initiators at low temperatures in polar solvents yield syndiotactic polymers, and in non-polar solvents it produce isotactic and syndiotactic ഒക്കെ നമ്മൾ കൺഫർമേഷൻസ് സ്റ്റീരിയോ കെമിസ്ട്രി പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടാക്റ്റിസിറ്റി, ഈ പറയുന്ന ഐസോടാക്റ്റിക്, സിൻഡിയോടാക്റ്റിക് ടേംസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോണം. അതിൻ്റെയൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. സോ ദ വേരിയസ് സ്റ്റെപ്സ് ആർ ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ടെർമിനേഷൻ ഇൻവോൾവ് ഇൻ ദ പോളിമറൈസേഷൻ, which we can see in this mechanism. ആനിയോണിക് പോളിമറൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. സോ ടെർമിനേഷൻ ഈസി ആയിട്ട് നടക്കാത്തത് കൊണ്ട്, ആസ് ഇറ്റ് ഈസ് എ ലിവിങ് പോളിമർ, നമ്മൾ അമോണിയ ആഡ് ചെയ്തുകൊണ്ടാണ് അതിനെ ആ പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. So these steps shows propagation steps in different chain polymerization, that is either by free radical, carbanion or carbocation. So there is some effects called gel effects. എന്താണ് നമുക്ക് ആ ജെൽ ഇഫക്റ്റ് എന്ന് നോക്കാം. ആൻഡ് സം പോളിമറൈസേഷൻ പ്രോസസ്സസ് ആഫ്റ്റർ എ സർട്ടൻ % of conversion of the monomer to polymer, the polymerization appears to
accelerate rather rapidly. So നമ്മൾ ചില റിയാക്ഷൻസ് നടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഫാസ്റ്റായിട്ട് നടക്കും എന്ന് പറയുന്ന പോലെ here also that polymerization is found to be, the rate is found to be increased after certain time. This is because of the increase in viscosity often leading to gels. Viscosity കൂടിയിട്ട് ആ ജെൽ ഫോം ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഇങ്ങനെ ജെൽ ഫോം ചെയ്ത് വരുമ്പോൾ വിച്ച് ഡിക്രീസസ് ദ ടെർമിനേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ്, അത് ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കുറയും. So that is called a gel effect. Since the rate of polymerization is a function of propagation and termination rate constants, an acceleration effect is observed. Rate of polymerization എന്ന് പറയുന്നത് ശരിക്കും പ്രൊപ്പഗേഷനെ ഡിപ്പെൻഡ് ചെയ്തും ടെർമിനേഷനെ ഡിപ്പെൻഡ് ചെയ്തും വരുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളെ ആയതുകൊണ്ട് നമുക്ക് ടെർമിനേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ടും ഒരു ആക്സിലറേഷൻ ഇഫക്റ്റ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദിസ് സഡൻ ഇൻക്രീസ് ഇൻ വിസ്കോസിറ്റി, പർട്ടിക്കുലർലി ഇൻ ബൾക്ക് പോളിമറൈസേഷൻ, സംടൈംസ് ലീഡ്സ് ടു എക്സ്പ്ലോഷൻ ഓൾസോ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എക്സ്പ്ലോഷൻ വരെ നടക്കാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് എഫക്റ്റ് ഈസ് സിംപ്ലി കോൾഡ് ദിസ് ജെൽ ഇഫക്റ്റ്. സോ നെക്സ്റ്റ് ഈസ് ദ ട്രാൻസ്ഫർ, ചെയിൻ ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചെയിൻ ട്രാൻസ്ഫർ ഇടയ്ക്ക് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു. ചെയിൻ ട്രാൻസ്ഫർ മീൻസ് ദ ഗ്രോയിങ് ചെയിൻ ടെർമിനേറ്റ്സ് ബിഫോർ ഇറ്റ് ഫുള്ളി ഗ്രോസ് അപ്പ് ബൈ ഇൻട്രാക്ഷൻ വിത്ത് എ സ്മോൾ മോളിക്യൂൾ. ദറ്റ് ഈസ് കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ്, അല്ലെങ്കിൽ പ്രോസസ്സ് പോളിമറൈസേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ചെയിൻ മേ ടെർമിനേറ്റ് ബിഫോർ ഇറ്റ് ഫുള്ളി ഗ്രോ by interacting with the certain species or certain molecules. Here it we say RH എന്ന് പറഞ്ഞൊരു മെക്കാനിസം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ RH എന്ന് പറയുന്നൊരു മോളിക്യൂളിനെ പറയുന്നതാണ്. How the mechanism works that we have to see. The chain transfer reaction can be shown as follows. Here we can see the molecule that chainil RH വന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. സോ K ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഫോംസ് ദാറ്റ് ചെയിൻ കമ്പൈൻസ് വിത്ത് H ആൻഡ് അഗെയിൻ ഫോംസ് എ ഫ്രീ റാഡിക്കൽ. The chain transfer can be done by the monomer itself. അപ്പോൾ നമുക്ക് മോണോമർ ചെയിൻ ട്രാൻസ്ഫർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, വേണമെങ്കിൽ മോണോമർ തന്നെയും അത് ചെയിൻ ട്രാൻസ്ഫർ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാം. ത്രൂ സോൾവെൻറ്റ്, ഫ്രം ഇനിഷ്യേറ്റർ ഓർ ഫ്രം പോളിമർ. അപ്പോൾ നമുക്കിത് ഏതെങ്കിലും, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇൻറ്റൻഷനലി ഡൺ ബൈ, ഇതിലേതെങ്കിലും വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ചെയിൻ ട്രാൻസ്ഫർ പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിന് കാരണമായേക്കാം. ഒന്നുകിൽ മോണോമർ തന്നെ അതിനൊരു കാരണമാകാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾവെൻ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഇനിഷ്യേറ്റർ ആകാം, ഇതിലേതെങ്കിലും. ഓർ പോളിമർ സൈഡ് ഫോം ചെയ്യുന്ന പോളിമർ തന്നെയും വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടെർമിനേഷൻ്റെ സാധ്യത കൊടുക്കുന്നുണ്ട്. So it can be intentionally also done by adding substances called chain transfer agents or chain modifiers. അപ്പോൾ ഇങ്ങനെ ആ പോളിമറൈസേഷൻ കോഴ്സിൽ ഫോം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഇനിഷ്യലി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇനിഷ്യേറ്ററോ മോണോമർ ഇറ്റ്സെൽഫോ അല്ലെങ്കിൽ പോളിമർ ഫോം ചെയ്തിരിക്കുന്നതോ ഒക്കെ ചെയിൻ ട്രാൻസ്ഫർ പ്രോസസ്സിന് കാരണമായേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻറ്റൻഷനലി ഡു ദ ചെയിൻ ട്രാൻസ്ഫർ പ്രോസസ് ബൈ adding chain transfer agents. The chain transfer agents during the polymerization leads to low molecular weight polymers. The capability of chain transfer agents can be expressed as the ratio of the rate constant for the chain transfer reaction, that is mentioned as KTR.
to the rate constant for the propagation reaction Kp, which is called the chain transfer constant. So നമുക്ക് ആ ഒരു റേഷ്യോനെ നമ്മൾ CTR എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ എന്താ പറയുന്നത്, ചെയിൻ ട്രാൻസ്ഫർ കോൺസ്റ്റൻറ്റ്, which is obtained as KTR by Kp. The chain transfer constant depends upon the temperature and the nature of the monomer being polymerized. So